സൂര്യഗായത്രി, ആര്യനാട് ജീവനൊടുക്കിയ പഞ്ചായത്ത് അംഗം ശ്രീജയുടെ മൃതദേഹവുമായിട്ട് കോൺഗ്രസ് ഒരു ഭാഗത്ത് പ്രതിഷേധം നടത്തി. CPI നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 4 പേർക്കെതിരെ കേസെടുത്തതോടുകൂടിയിട്ട് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 4 പേർ അവർ CPIM പ്രവർത്തകരാണോ? എന്തൊക്കെയാണ് ഉപാധികൾ? അറസ്റ്റ് ചെയ്തിരിക്കുന്ന 4 പേരും CPIM പ്രവർത്തകർ തന്നെയാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ കാരണവും ഇവരുടെ അറസ്റ്റും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം നടത്തിയത്. അതായത് ശ്രീജയുടെ ഭർത്താവ് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നു ശ്രീജ. കാരണം വലിയ കടബാധ്യത ശ്രീജയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ തീർക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിന്റെ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ആയിരുന്നു. ബന്ധുക്കളും അതുപോലെ തന്നെ പാർട്ടിയും ഒക്കെ ചേർന്ന് കടബാധ്യത മുഴുവനായിട്ടും തീർക്കാനുള്ള പണം സ്വരൂപിച്ച് 30-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവർക്കും നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഒരു പ്രാദേശിക യോഗം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. ആ യോഗത്തിൽ ശ്രീജയ്ക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. പിന്നാലെ സ്ഥലത്ത് പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിലായിട്ട് ശ്രീജയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്ന, ആക്ഷേപിക്കുന്ന പോസ്റ്ററുകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ശ്രീജ വലിയ സമ്മർദ്ദത്തിലായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഉറങ്ങിയില്ല എന്നുള്ളതാണ് ശ്രീജയുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് ഇന്നിപ്പോൾ രാവിലെ ശ്രീജയുടെ മരണവാർത്ത നമ്മൾ അറിയുന്നത്. ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീജയുടേത് കൊലപാതകമാണ്. കൃത്യമായിട്ട് CPIM നേതാക്കൾ വ്യക്തിഹത്യ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീജയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇതൊരു ആത്മഹത്യയായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. അത് കൊലപാതകമായിട്ട് ആ കൊലപാതക പ്രേരണ കുറ്റം ചുമത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയത്. അതേ തുടർന്നാണ് വൈകിട്ട് വലിയ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത്. ശബരിനാഥ്, അതുപോലെ തന്നെ പാലോട് രവി, ബിന്ദു കൃഷ്ണ, മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടന്നു. പോലീസ് പ്രവർത്തകരെ അനുനയിപ്പിച്ച് പറഞ്ഞുവിടാൻ ശ്രമിച്ചെങ്കിലും നടപടിയെടുക്കാതെ തിരിച്ചു പോകില്ല എന്നുള്ള നിലപാട് കോൺഗ്രസ് പ്രവർത്തകർ എടുക്കുകയായിരുന്നു. പിന്നാലെയാണ് 4 CPIM നേതാക്കൾക്കെതിരെ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഉണ്ടായതിന് പിന്നാലെയാണ് പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ച് കോൺഗ്രസുകാർ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരുമെന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇവർക്കെതിരെ കടുത്ത നടപടി, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ കടുത്ത നടപടികൾ ശ്രീജയുടെ മരണവുമായി ബന്ധപ്പെട്ട് എടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ശരി.